Hello friends, എല്ലാവർക്കും ലിസ്മിയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ ഈ തമ്പനയിലെ കണ്ടിട്ട് വീഡിയോ ഓൺ ആക്കിയതായിരിക്കും അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്കൊക്കെ വളരെയധികം ഉപകാരപ്പെടും. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഈ പഠിക്കുന്ന സമയത്ത് ഉറക്കം വരുന്ന വിദ്യാർത്ഥികൾക്കുള്ളതാണ്. അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഈ പഠിക്കുന്ന സമയത്തുള്ള ഉറക്കം വരുന്ന ആ ഒരു പ്രതിഭാസത്തെ മാറ്റിയെടുക്കാം എന്നതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടല്ലേ? എത്ര സമയം പഠിക്കണം, ഏത് സമയത്ത് പഠിക്കണം, ഏത് സമയത്ത് പഠിച്ചാലാണ് കൂടുതൽ മെമ്മറിയിൽ നിൽക്കുക, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ മനസ്സിലാവുക, അതുപോലെ തന്നെ കൂടുതൽ സമയം നമ്മുടെ മെമ്മറിയിൽ നിൽക്കാനുള്ള ടിപ്പ് എന്താണ്, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ വിദ്യാർത്ഥികൾ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കൊക്കെ മറുപടി നമുക്ക് തരണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ വീഡിയോ ആയിട്ട് അതൊക്കെ ചെയ്യും എന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പഠിക്കുന്ന സമയത്ത് ഉറക്കം വരുന്ന ഈ ഒരു അവസ്ഥയെ എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളൊക്കെ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു സംഭവം, ഈ ഒരു പ്രതിഭാസത്തെ, ഈ ഉറക്കം വരുന്ന ഈ ഒരു അവസ്ഥയെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു അവസ്ഥയെ എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്കതിനുള്ള പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ യഥാസമയം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് നമ്മൾ ആഴത്തിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രശ്നമുള്ള ആളുകൾക്ക് ഇതിൽ നിന്ന് കരകയറാൻ പറ്റും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. ഓക്കെ, നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ പലരുടെയും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ബുക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, അവർ ഉറങ്ങിപ്പോകുന്നു. അവരറിയുന്നില്ല അവർ ഉറങ്ങാണോന്നോ അതോ പഠിക്കണോ എന്നുള്ള കാര്യങ്ങളൊന്നും അവരറിയാതെ അവരുടെ മനസ്സിനെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരുടെ മൈൻഡ് വേറെ ആരുടെയൊക്കെ കൺട്രോളായി പോകുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്യും. അത് യഥാർത്ഥത്തിൽ നമ്മുടെ മൈൻഡിൽ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാത്തതിൻ്റെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിൽ എങ്ങനെ നമുക്ക് ഈ ഒരു പ്രശ്നത്തിന് സിമ്പിളായിട്ടുള്ള പരിഹാരം കണ്ടെത്താൻ നോക്കാം. ഒന്നാമതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ സമയത്ത് ജീവിക്കുക. ഈ സമയത്ത് ജീവിക്കുക എന്ന ലിവിങ് പ്രസൻറ്റ്. നമ്മൾ കഴിഞ്ഞു പോയ പാസ്റ്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന ഫ്യൂച്ചറിനെ കുറിച്ചിട്ടോ ഒന്നും ആലോചിക്കേണ്ട. നിങ്ങൾ ഇപ്പോൾ എങ്ങനെയാണോ ജീവിക്കുന്നത്, ഇപ്പോൾ എന്താണ് അവസ്ഥ, നിങ്ങളിപ്പോൾ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഏതൊരു അവസ്ഥയിലാണ് നിങ്ങളുള്ളത് എന്ന കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ ബോധേഡാവുക. ഞാനിപ്പോൾ നിങ്ങളോട് ഈ ഒരു വീഡിയോ ക്ലാസ് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുമ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും ടോപ്പിക്ക് നിങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് മനസ്സിലാകാതിരിക്കുകയും അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഈ പറയുന്ന സമയത്ത് നിങ്ങൾ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഞാൻ പറയുന്ന കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവില്ല, ശരിക്കും മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ രണ്ടുപേരും എന്ത് ചെയ്യുക, ഒരേ സമയത്ത് വർക്ക് ചെയ്യുന്ന ആളാണ്. നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണോ അതിൽ ഫോക്കസ് ചെയ്യുക. അതിൽ ഫോക്കസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ എങ്കിൽ നിങ്ങൾക്ക് ഈ ഉറക്കം വരുന്ന പ്രശ്നത്തിൽ നിന്ന് പരിഹാരം നേടാൻ അല്ലെങ്കിൽ അതിന് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് ഞാൻ ഉറപ്പ് തരികയാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് രക്ഷപ്പെടുക, അല്ലെങ്കിൽ ഈ ഒരു പ്രസൻറ്റിൽ നമ്മൾ ജീവിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഫുഡ് കഴിക്കുക, വേറൊരു പരിപാടിക്കും പോകണ്ട, പുസ്തകം വായിക്കേണ്ട, മൊബൈൽ നോക്കേണ്ട. പകരം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഫുഡ് കഴിക്കാനുള്ള ബോധം നിങ്ങളുടെ മനസ്സിന് കൊടുക്കും. ഞാനിപ്പോൾ ഫുഡ് കഴിക്കുകയാണ്, ആ ഫുഡ് ഞാൻ കഴിക്കുന്നത് വരെ വേറൊരു ആക്ടിവിറ്റിക്കും ഞാൻ പോവില്ല എന്നുള്ള ദൃഢനിശ്ചയം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ലിവിങ് പ്രസൻറ്റിൽ ജീവിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മെച്ചങ്ങളാണ് നമുക്കുള്ളത്. നമ്മുടെ ചരിത്രങ്ങളായാലും യോഗയായാലും ആയുർവേദമായാലും മതഗ്രന്ഥങ്ങളായാലും എല്ലാം പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സമയത്ത് ജീവിക്കുക. ഭാവിയെക്കുറിച്ചോ ഭൂതകാലത്തെക്കുറിച്ചോ നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് അത് നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു സിസ്റ്റത്തിൻ്റെ കൂടെ പോവുക അല്ലേ. നമുക്ക് ഈ സമയത്ത് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അത് മാത്രം ചെയ്ത് അത് മാത്രം ഫോക്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് നേരത്തെ പറഞ്ഞ ഈ ഉറക്കം വരുന്ന ഈ സംഭവത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, എങ്ങനെയാണ് അപ്പോൾ ഇത് മാറ്റിയെടുക്കുന്നത്? ഒരു സമയത്ത് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് മാറ്റിയെടുക്കാൻ പറ്റൂലേ. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഉറക്കം എന്നുള്ള ചിന്തയെ ദൂരെ കളയാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രശ്നത്തെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും അല്ലേ. നിങ്ങൾ ആ സമയത്ത് പഠിക്കുകയാണെന്നുള്ള ബോധ്യം നിങ്ങളുടെ ഉപബോധ മനസ്സിന് കൊടുക്കുകയാണ്. ഉപബോധ മനസ്സിനോട് നിങ്ങൾ പറയുന്നുണ്ട് ഞാൻ ഈ സമയത്ത് പഠിക്കുകയാണ്, എനിക്ക് വേറെ ഒന്നും ചെയ്യില്ല, ഉറക്കം വരട്ടെ, അതിന് വേറെ ഏതെങ്കിലും രീതിയിൽ അതൊക്കെ അങ്ങോട്ട് പോട്ടെ എന്നില്ല, ഞാൻ ഈ സമയത്ത് പഠിക്കുമെന്നുള്ള ദൃഢനിശ്ചയം നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഉറക്കം വരില്ല. അത് ഈ യോഗയായാലും അതുപോലെ തന്നെ ആയുർവേദമായാലും ചരിത്രമായാലും എല്ലാം പറയുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ലിവിങ് പ്രസൻറ്റിൽ ജീവിക്കാൻ പറ്റുക? അതിനുള്ള സിമ്പിൾ മെത്തേഡ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം കോൺസെൻട്രേഷൻ ആണ്. നിങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യത്തിൽ കോൺസെൻട്രേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ്.
ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ പഠിക്കുന്ന കാര്യത്തിൽ കോൺസെൻട്രേഷൻ, അല്ലെങ്കിൽ ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ കോൺസെൻട്രേഷൻ ഉണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കളിക്കുന്ന കാര്യമാകുമ്പോൾ ക്രിക്കറ്റ് കളിക്കുകയാണെങ്കിൽ അതിൽ സ്കോർ ചെയ്യണം, അല്ലെങ്കിൽ ഒരാൾ ഔട്ടാക്കണം, അങ്ങനത്തെ ഒരു ചിന്ത മാത്രം നിങ്ങളുടെ മനസ്സിൽ ആ സമയത്ത് എന്താണോ ചെയ്യുന്നത് അതിനെക്കുറിച്ചിട്ടുള്ള മാത്രം ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് വിദ്യാർത്ഥികളുണ്ടല്ലേ, ക്ലാസ്സിലൊന്നും കയറില്ല, ക്ലാസ് മൊത്തം ബഗ് ചെയ്ത് നടക്കും. പക്ഷേ റിസൾട്ട് വരുന്ന സമയത്ത്, മാർക്ക് വരുന്ന സമയത്ത് ആൾ ഫുൾ പാസ്സായിരിക്കും, നല്ല മാർക്കായിരിക്കും. മുന്നിലെ ബെഞ്ചിലിരുന്ന് ടീച്ചറുടെ തൊട്ടടുത്തിരുന്നിട്ട് പഠിച്ച് അല്ലെങ്കിൽ കുറേ സമയം പഠിച്ചിട്ട് ഒന്നും മാർക്ക് കുറവുള്ള ആളുകളൊക്കെ കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ ബാക്ക് ബെഞ്ചറായിട്ടുള്ള ക്ലാസ് ബഗ് ചെയ്യുന്ന വിദ്യാർത്ഥിക്ക് എന്തായിരിക്കും, നല്ല മാർക്കും കുറേ സമയം പഠിച്ച് ഡൗട്ട് ചോദിച്ച് ടീച്ചേഴ്സിനെയൊക്കെ കുഴക്കിയിട്ടുള്ള ആളുകൾക്കൊന്നും ചിലപ്പോൾ നല്ല സ്കോർ ചെയ്യാൻ പറ്റില്ല. ഇവരും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും, ഇവർക്ക് നല്ല കോൺസെൻട്രേഷൻ ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങളുടെ ക്ലാസ്സിലും ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പം പഠിക്കുന്ന വിദ്യാർത്ഥികളിലും ഉണ്ടാവും ഇങ്ങനൊരു ടോപ്പറായിട്ടുള്ള ബാക്ക് ബെഞ്ചറായിട്ടുള്ളൊരു വിദ്യാർത്ഥി. അപ്പോൾ അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന കാര്യത്തിൽ ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഞാനൊരു സമയത്ത് ഒരു കാര്യം ചെയ്യൂ എന്ന് എൻ്റെ മനസ്സിനോട് ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചാൽ പിന്നെ മനസ്സത് കേൾക്കാതിരിക്കില്ല. കാരണം എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ എനിക്ക് മാത്രമേ സാധിക്കൂ. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ മനസ്സും. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ കോൺസെൻട്രേറ്റഡ് മൈൻഡ് ആക്കിയിട്ട് മാറ്റാൻ നിങ്ങൾ നിരന്തരം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. എങ്കിൽ നിങ്ങൾക്ക് ഈ നേരത്തെ പറഞ്ഞ വായിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഉറക്കം എന്നുള്ള ആ ഒരു പ്രശ്നത്തിൽ നിന്ന് പരിഹാരം നേടാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള എല്ലാ ചിന്തകളും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ചിന്തകൾ മനസ്സിലോട്ട് ഇങ്ങനെ വരും. മൊബൈലിൽ എന്തായിരിക്കും അവസ്ഥ, അല്ലെങ്കിൽ വാട്സപ്പിൽ ആരെങ്കിലും മെസ്സേജ് അയച്ചു, ഗ്രൂപ്പിനകത്ത് എന്തായിരിക്കും ചർച്ച, അല്ലെങ്കിൽ വീട്ടിൻ്റെ അപ്പുറത്ത് മഴ പെയ്യുന്നുണ്ടോ, അടുക്കളയിൽ മീൻ പൊരിക്കുന്നുണ്ടോ, നാളെ പോയി കളിക്കാൻ പറ്റുമോ, വിക്ടേഴ്സിന് നാളെ ക്ലാസ് ഉണ്ടാവോ, ടീച്ചർക്ക് പനി പിടിക്കുമോ, അങ്ങനെ ഒരുപാട് ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആ ചിന്തകളോടൊക്കെ നോ പറഞ്ഞിട്ട് ഞാനിപ്പോൾ പഠിക്കുകയാണ്, അല്ലെങ്കിൽ എനിക്ക് ഈ സമയം പഠിക്കാൻ മാത്രമുള്ളതാണ്, ഞാൻ ഈ ഒരു സമയത്താണ് ജീവിക്കുന്നത്, നിനക്കൊക്കെ ഞാൻ വേറെ സമയം തരാം, നിന്നെക്കുറിച്ച് ചിന്തിക്കാൻ ഞാൻ വേറെ സമയം തരാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാത്തിനോടും നോ പറഞ്ഞിട്ട് എന്താണോ പഠിക്കുന്നത് അതിലോട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് ഊരിപ്പോരാൻ പറ്റും, അല്ലെങ്കിൽ പരിഹാരം കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇത്രയും സമയം നമ്മൾ പറഞ്ഞത് ലിവിങ് പ്രസൻറ്റിനെ കുറിച്ചിട്ടാണ്. ഈ സമയത്ത് ജീവിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇനി മുതൽ ഈ ഒരു സമയം മുതൽ ഈ ഒരു സമയത്തിൽ ജീവിച്ച് തുടങ്ങുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിലും ഫസ്റ്റായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച രീതിയിൽ നിങ്ങൾക്ക് സക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ എന്താ വിചാരിക്കുന്നത്, നിങ്ങൾക്ക് IAS ആവണോ, നിങ്ങൾക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവണോ, നിങ്ങൾക്ക് എന്തായിരുന്നു വലിയൊരു പോലീസ് ഓഫീസർ ആവണോ, നിങ്ങൾക്കൊരു ടീച്ചർ ആവണോ, നിങ്ങൾക്ക് ഡോക്ടർ ആവണോ, എഞ്ചിനീയർ ആവണോ, ആരാകണമെങ്കിലും നിങ്ങൾ ഈ ഒരു സെക്കൻഡിൽ നിങ്ങളെങ്ങനെ ജീവിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ ഭാവി ജീവിതം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രസൻറ്റ് ടൈമിൽ ജീവിക്കാൻ എല്ലാവരും പഠിക്കണമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനി അടുത്ത പോയിൻ്റാണ് മെഡിറ്റേഷൻ. എന്താണ് മെഡിറ്റേഷൻ എന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവും. ചിലർക്കൊക്കെ അറിയാം. നമ്മളെ മൈൻഡിനെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കൺട്രോൾ അങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഇനി ഞാൻ പറയുന്നത് മാത്രം എൻ്റെ മൈൻഡ് കേട്ടാൽ മതി എന്നുള്ള രീതിയിലോട്ട് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരുന്നതിന് മെഡിറ്റേഷൻ എന്ന് പറയും. ധ്യാനം എന്നൊക്കെ മലയാളത്തിൽ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ധ്യാനം എന്താണെന്ന് നോക്കാം അല്ലേ. നമ്മുടെ മനസ്സിൻ്റെ ഉപബോധ മനസ്സിനെ എന്ത് ചെയ്യുന്നു, നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരികയാണ്. ഞാൻ പറയുന്നത് മാത്രം എൻ്റെ മനസ്സ് കേട്ടാൽ മതി, ഞാൻ എന്ത് പറയുന്നു അതിനപ്പുറത്തേട്ട് അത് പോകുന്നില്ല. പല ആളുകളും ഉണ്ടല്ല, വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നതെന്നൊരു ബോധ്യമില്ലാതെ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഓളത്തിനൊപ്പം പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്ന രൂപത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകാൻ പറ്റിയാൽ ഏത് തരത്തിലുള്ള വിജയവും നമുക്ക് കൈവരിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ പഴമക്കാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ആളുകൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. 1ാം ക്ലാസ് മുതൽ ഇനി എത്ര ഡിഗ്രി ആയാലും PG ആയാലും എന്ത് പഠിക്കുന്ന ആളുകൾക്ക് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും അവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലെ ചില മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ഒരു ഗോൾഡൻ റൂളാണെന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ ഒരുപാട് മാറ്റങ്ങൾ, നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറത്തേക്കുള്ള മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. അതിൻ്റെ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെയുള്ള മാറ്റങ്ങളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അത് വാക്കുകളിൽ ഒതുങ്ങില്ല. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലകളും നമുക്ക് മെഡിറ്റേഷനിലൂടെ മാറ്റിയെടുക്കാവുന്നതാണ്. നമുക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും, അത് വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ, അതുപോലെ തന്നെ പഠിക്കാനുള്ള ബുദ്ധിമുട്ടാണെങ്കിലും, മൈൻഡിനെ കൺട്രോൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണെങ്കിലും, എന്തിനെ നമുക്ക് നിയന്ത്രിക്കാൻ മെഡിറ്റേഷൻ വഴി കഴിയുമെന്നത്. നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ നേരത്തെ എണീറ്റിട്ട്, സൂര്യനൊക്കെ ഉദിക്കുന്നതിന് മുമ്പ് എണീറ്റിട്ട്
20 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യാൻ തയ്യാറാണോ എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കുള്ള ഈ പ്രശ്നങ്ങളെ ഒക്കെ പരിഹാരം കണ്ടെത്താൻ പറ്റും. നിങ്ങൾക്ക് ഈ ഉറക്കം വരുന്ന പ്രശ്നം, പഠിക്കുന്ന സമയത്ത് ഉറക്കം വരുന്ന പ്രശ്നം, എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഈ ഒരു മെഡിറ്റേഷനിലൂടെ മാത്രം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. മെഡിറ്റേഷനിലൂടെ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് കോൺസെൻട്രേഷനെ തിരിച്ചു കൊണ്ടുവരികയാണ്. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിലോട്ട് തന്നെ ഫോക്കസ് ചെയ്യാനുള്ള നമ്മുടെ മൈൻഡിൻ്റെ അളവിനെ അല്ലെങ്കിൽ ആ ഒരു തോതിനെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരികയാണ് മെഡിറ്റേഷനിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? മെഡിറ്റേഷൻ എല്ലാ ദിവസവും 20 മിനിറ്റ് എങ്കിലും എടുത്തിട്ട് ചെയ്യുക. ഒരുപാട് മെത്തേഡ്സ് നമുക്ക് മെഡിറ്റേഷനുമായി ബന്ധപ്പെട്ടിട്ട് കാണാൻ പറ്റും. സിമ്പിളായിട്ടുള്ള ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. പ്രധാനമായിട്ടും മെഡിറ്റേഷൻസിൻ്റെ ഒരു പാർട്ട് എന്ന് പറയുന്നത് ശ്വാസോച്ഛ്വാസമാണ്. നമ്മൾ ശ്വാസം ഉള്ളിലോട്ടെടുക്കുകയും തിരിച്ചു വിടുകയും അങ്ങനെയുള്ള ഒരു പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ മൈൻഡ് ക്ലിയർ ആവും, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ്റെ അളവ് കൂടും, അതുപോലെ തന്നെ നമ്മുടെ അശുദ്ധമായിട്ടുള്ള രക്തത്തിൻ്റെ അളവൊക്കെ കുറഞ്ഞിട്ട് നമ്മുടെ മൈൻഡും അതുപോലെ തന്നെ നമ്മുടെ ബോഡിയും എല്ലാം ഫ്രഷ് ആവും. നമ്മളെ ചിന്തകൾ ഫ്രഷ് ചിന്തകളായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ മൈൻഡിനെ നമ്മുടെ കൺട്രോളിലോട്ട് കൊണ്ടുവരാനുള്ള ആ ഒരു പവർ കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ്. നമ്മൾ പല സമയത്തും കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ F5 അടിച്ചിട്ട് റീഫ്രഷ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ ഈ റീഫ്രഷ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ലാഗൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാൻ ഈ ഒരു റിഫ്രഷിലൂടെ സാധിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഈ മെഡിറ്റേഷൻ എന്നുള്ള പ്രോസസ്സും. മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. നമ്മുടെ മൈൻഡിനെ റിഫ്രഷ് ചെയ്യും, നമ്മുടെ മൈൻഡിനെ നമ്മുടെ കൺട്രോളിലോട്ട് കൊണ്ടുവരും. നിങ്ങൾക്ക് ഈ സമയത്ത് ഞാൻ പഠിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അവൻ ആ സമയത്ത് ഉറക്കം വരില്ല, വേറെ ചിന്തകളൊന്നും വരില്ല. അവൻ്റെ ചിന്തകളിൽ പഠനം എന്നുള്ള ഒരു ബോധ്യം മാത്രമായിരിക്കും. അവൻ ഒരു മണിക്കൂർ കൊണ്ട് ഇത്ര പഠിക്കണം എന്നുള്ള ചിന്ത അവൻ്റെ മനസ്സിലുണ്ടാവും. അങ്ങനെ അത് അവൻ കംപ്ലീറ്റ് ചെയ്യും. നേരെ മറിച്ച് മെഡിറ്റേഷനില്ല, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാത്ത ഒരാൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് കംപ്ലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവൻ വിചാരിച്ച രീതിയിൽ അതിനെ മാറ്റിയെടുക്കാനോ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? മെഡിറ്റേഷനെ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി മെഡിറ്റേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്തൊരു എപ്പിസോഡിൽ പറയാം. അതൊരു എപ്പിസോഡിൽ അല്ലെങ്കിൽ ഒരു ചെറിയ സെക്കൻഡുകളിലോ മിനിറ്റുകളിലോ പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങൾ, ഒരുപാട് മെത്തേഡ്സ് അതിനുണ്ട്. അപ്പോൾ നമ്മൾ ഈ മെഡിറ്റേഷനെ കുറിച്ച് പറഞ്ഞു അല്ലേ? അപ്പോൾ മെഡിറ്റേഷൻ നിങ്ങളെല്ലാവരും ചെയ്യുക. നിങ്ങൾ നോർമലായിട്ട് ഇപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ രാവിലെ എണീക്കുക, ഒരു 20 മിനിറ്റ് എങ്കിലും നിങ്ങൾ ഇരുന്നിട്ട് ശ്വാസോച്ഛ്വാസം നടത്തുന്ന നടുവൊക്കെ നിവർന്നിരുന്നിട്ട് പിന്നെ ശുദ്ധമായി കിട്ടുന്ന ഒരു സ്ഥലത്ത് പോയിരുന്നിട്ട് എന്ത് ചെയ്യുക? മെഡിറ്റേഷൻ ചെയ്യുക. അങ്ങനെ 20 മിനിറ്റ് നിങ്ങൾ ശ്വാസോച്ഛ്വാസമൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് ഫ്രഷ് ആവും. അങ്ങനെ ഒരു മാസം നിങ്ങളത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം, നിങ്ങളുടെ മൈൻഡുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? 20 മിനിറ്റ് എല്ലാ ദിവസവും ഇത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തെയും നമ്മുടെ സാഹചര്യങ്ങളെയും ഒക്കെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു അമൂല്യ മന്ത്രമാണ്, അല്ലെങ്കിൽ ഒരു പ്രതിവിധിയാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക? ദിവസവും 20 മിനിറ്റ് എന്ത് ചെയ്യുക? മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കഴിയുന്നവർ സമയം കൂട്ടി ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യും? കൂടുതൽ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ കൺട്രോളിലാവും. നിങ്ങൾ പറയുന്നതിനപ്പുറം മൈൻഡ് പോകാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം. ഡു വൺ തിങ് അറ്റ് എ ടൈം. ഒരു കാര്യം ഒരു സമയത്ത് അത് മാത്രം ചെയ്യുക അല്ലേ? ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് വേറൊരു കാര്യം ചെയ്യുക, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഒരു സമയത്ത് ചെയ്യുക. അത് ഭയങ്കരമായിട്ട് നമ്മുടെ മൈൻഡിനെയും ഇറിറ്റേറ്റ് ചെയ്യുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കൺട്രോൾ നഷ്ടപ്പെടുന്ന ഒരു സമയം കൂടിയാണ് ഒരു സമയത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്. നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ കണക്റ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? ഒരു സമയത്ത് ഒരു കാര്യം മാത്രം ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ ചിന്തയിലുണ്ടാവേണ്ടത് ഞാൻ പഠിക്കുകയാണ്, എനിക്കിത് ഇന്ന സമയങ്ങൾ ക്ലിയർ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന സമയത്ത് പഠിച്ചു തീർക്കണം എന്ന ബോധ്യം നിങ്ങളുടെ മനസ്സിലോട്ട് വന്നിട്ട് അത് മെഡിറ്റേഷൻ വഴിയൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്യുക? നിങ്ങളുടെ മനസ്സിനോട് പറയാം, എനിക്ക് ഈ സമയത്ത് പഠിച്ചു തീർക്കണം, ഇപ്പോൾ ഉറക്കം വരല്ലേ, അങ്ങനെ പറഞ്ഞിട്ട് മനസ്സിനെ ഒന്ന് സെറ്റ് ചെയ്യാം. ഉപബോധ മനസ്സുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതിനപ്പുറം പോകാൻ നമ്മുടെ ഈ ഉപബോധ മനസ്സായിട്ടുള്ള ഫ്രണ്ടിന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഉപബോധ മനസ്സിനോട് പറയുക, ഈ സമയത്ത് എനിക്ക് പഠിക്കണം, ഉറക്കം വരരുത്, അങ്ങനെ പറഞ്ഞ് എന്ത് ചെയ്യുക? നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഈ ഇത്തരത്തിൽ നമ്മുടെ മൈൻഡ് കൺട്രോൾ നഷ്ടപ്പെട്ടു പോവില്ല. അപ്പോൾ ഒരു സമയത്ത് ഒരു കാര്യം മാത്രം ചെയ്യുക എന്നുള്ള ആ കാര്യം നിങ്ങളുടെ മനസ്സിൽ വെക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിനോട് നിങ്ങൾ പറയാണ്, പറ്റില്ല, ഇപ്പോൾ പറ്റില്ല, ഇപ്പോൾ ഞാൻ പറ്റില്ല, എനിക്ക് പറ്റില്ല എന്ന് തറപ്പിച്ച് പറയുക. എന്നിട്ട് നിങ്ങൾ വീണ്ടും പഠിക്കുക. അപ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് എന്ത് ചെയ്യും? നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഉറക്കത്തിനോട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിന്തയിലോട്ടോ ഒന്നും പോവില്ല. നിങ്ങളുടെ കൂടെ തന്നെ നിങ്ങളുടെ മൈൻഡ് ഉണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ വിചാരിച്ച രീതിയിൽ നിങ്ങളുടെ പാഠഭാഗങ്ങൾ പഠിച്ചു തീർക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തായിട്ട് ഒരു കാര്യം കൂടെ ഉണ്ട്. ചിലർക്ക് വർക്കാവും, ചിലർക്ക് വർക്കാവില്ല. അങ്ങനെയുള്ളൊരു സംഭവമാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചേക്കുക. ഒന്നാമതായിട്ട് നിങ്ങൾ ഒരു ദിവസം പഠിക്കാനിരിക്കുകയാണ്, പെട്ടെന്ന് നിങ്ങൾക്ക് ഉറക്കം വരുന്നു. രണ്ടാമത്തെ ദിവസം നിങ്ങൾ പഠിക്കാനിരിക്കുകയാണ്, അപ്പോഴും നിങ്ങൾക്ക് ഉറക്കം വരുന്നു. നിങ്ങൾ ഈ ഒരു സമയത്തുള്ള ആവറേജ് ടൈം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക.
ഇപ്പോൾ ഒരു സമയത്ത് പഠിക്കുമ്പോൾ ഒരു 5 മിനിറ്റിൻ്റെ സമയം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഉറക്കം വരുന്നുണ്ട്. പിറ്റേ ദിവസം ഒരു 6 മിനിറ്റ്, പിന്നെ 5 മിനിറ്റ്, അങ്ങനെ വരുമ്പോൾ നിങ്ങളൊരു 5 മിനിറ്റ് നിന്ന് കണക്കാക്കുക. അപ്പോൾ ആ സമയത്തിനുള്ളിൽ നിങ്ങൾ ഉറങ്ങിപ്പോകുന്നു. നിങ്ങളെ മൈൻഡിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിയെ നിങ്ങൾ അതുപോലെയാണ് പരിശീലിപ്പിച്ച് വെച്ചത്. അതുകൊണ്ടാണ് നിങ്ങൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഉറക്കം വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? നേരത്തെ നമ്മുടെ കയ്യിൽ ഒരുപാട് മന്ത്രങ്ങളുണ്ടല്ലേ, മെഡിറ്റേഷൻ ആയാലും ഒരു സമയത്ത് ഒരു കാര്യം ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യത്തിലൂടെ നമ്മുടെ മൈൻഡ് കൺട്രോൾ ആയിട്ടുണ്ട്. മെഡിറ്റേഷനിലൂടെ തന്നെ നമ്മുടെ മൈൻഡ് കൺട്രോൾ ആയിട്ടുണ്ട്. നിങ്ങൾ മൈൻഡിനോട് പറയാം, ഈ 5 മിനിറ്റ് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ്. കാരണം ഞാൻ പഠിക്കുന്ന സമയത്ത് ഈ 5 മിനിറ്റിനുള്ളിൽ ഞാൻ ഉറങ്ങിപ്പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ 5 മിനിറ്റിന് എനിക്ക് ബ്രേക്ക് ചെയ്യണം. അതിന് എൻ്റെ കൂടെ നിൽക്കണം. നമ്മുടെ കട്ട ഫ്രണ്ടാണ് നമ്മുടെ ഉപബോധ മനസ്സെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിനോട് നമ്മളിങ്ങനെ നിരന്തരം പറയാം, ഈ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഉറക്കം വരാതെ അല്ലെങ്കിൽ ആ സമയം പഠിച്ച് പിന്നെ ആ സമയം പഠനം ദീർഘിപ്പിക്കാനുള്ള പവർ എനിക്ക് താന്ന് മനസ്സിനോട് ഇങ്ങനെ പറയാം. അങ്ങനെ മനസ്സെന്ത് ചെയ്യുന്നു? നമ്മുടെ കൂടെ നിൽക്കും. ഉപബോധ മനസ്സ് നമ്മുടെ കൂടെ നിൽക്കും. അങ്ങനെ എന്ത് ചെയ്യുന്നു? ആ ഒരു 5 മിനിറ്റ് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു ദിവസം ചെയ്തു, 5 മിനിറ്റ് കഴിഞ്ഞ് ഉറങ്ങി, രണ്ടാമത്തെ ദിവസം ചെയ്തു വീണ്ടും ഉറങ്ങി, മൂന്നാമത്തെ ദിവസം ചെയ്തു വീണ്ടും ഉറങ്ങി. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഉറക്കം വരുന്നില്ല. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ മൈൻഡിനെ പറഞ്ഞ് പഠിപ്പിച്ചു, ഈ സമയം എന്ന് പറയുന്നത് എനിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് ഈ സമയത്ത് ഇനി ഞാൻ ഉറങ്ങില്ല എന്നുള്ള കാര്യം നമ്മൾ മൈൻഡിനെ പറഞ്ഞ് പഠിപ്പിച്ചപ്പോൾ മൈൻഡ് എന്ത് ചെയ്യുന്നു? നമ്മുടെ റൂട്ടിൽ വന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? നമുക്ക് ഉറക്കം വരാത്തൊരവസ്ഥ ഉണ്ടാകുന്നു. നമ്മൾ കൂടുതലായിട്ട് സമയം പഠിക്കാനുള്ള ശ്രമം നടത്തുന്നു. അടുത്തൊരു ടെക്നിക്കാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. എത്ര ആൾക്കിത് വർക്കൗട്ട് ആവുമെന്ന് അറിയില്ല. ഒരുപാട് പേർക്ക് അങ്ങനെ വർക്കൗട്ട് ആയിട്ടുണ്ട്, ചിലർക്ക് അത് പിന്നെ കുറേ സമയം എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക. അപ്പോൾ ഈ പഠിക്കാനിരിക്കുന്ന സമയത്തുള്ള ഉറക്കം എന്നുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഈ മനുഷ്യനുള്ള ഒരു പ്രത്യേകതയാണ്, എന്ത് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ മാക്സിമം 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം അതിനുള്ളിൽ എന്ത് ചെയ്യും? ആൾ വീണ്ടും പഴയ രീതിയിലോട്ട് മാറും. നമ്മളിപ്പോൾ ഒരു പുതുവത്സരമൊക്കെ വരികയാണെങ്കിൽ ന്യൂ ഇയർ വരുന്ന സമയത്ത് ഒരുപാട് പുതിയ തീരുമാനങ്ങൾ എടുക്കും. നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു? ആ തീരുമാനങ്ങളൊക്കെ മാറ്റി പഴയ രീതിയിലോട്ട് തന്നെ മാറാറുണ്ട് പല ആളുകളും. അപ്പോൾ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഇത് കേട്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ മനസ്സിനോട് പറയും, ഞാൻ 1 മാസമെങ്കിലും ഇതിൽ പറഞ്ഞിട്ടുള്ളതുപോലെ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും, എനിക്ക് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരണം എന്നുള്ള കാര്യം നിങ്ങളുടെ ഉപബോധ മനസ്സിനെ നിങ്ങൾ നിരന്തരം ഉണർത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഉപബോധ മനസ്സ് നമ്മുടെ കൂടെ തന്നെ വരും, ഉറപ്പാണ് കാര്യം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇതൊരു ചെറിയ കാര്യമായിട്ട് അല്ലെങ്കിൽ ഇതൊക്കെയല്ലേ ഉള്ളൂ, ഇത് വളരെ സിമ്പിളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളിക്കളയാം. പക്ഷേ നിങ്ങൾ പറയുന്ന ഒരു യെസ് ഉണ്ടല്ലോ, ഞാനിതൊക്കെ ചെയ്യുമെന്ന് പറയുന്ന ആ ഒരു യെസ് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ മാറ്റിമറിക്കും. നിങ്ങളുടെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയി കിട്ടാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ ഒരു സക്സസ്ഫുൾ ജീവിതമാക്കി ലൈഫ് തന്നെ എൻജോയ്ഫുള്ളാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കണോ എങ്കിൽ നിങ്ങൾ ഈ യെസ് പറയണം. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു മാസം നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇനി അങ്ങോട്ടുള്ള ഒരു മാസം തുടർച്ചയായിട്ട് നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ കൺട്രോളിൽ കൊണ്ടുവരുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്ന കാര്യം ഉറപ്പാണ്. നിങ്ങൾ ഒറ്റ കാര്യം ഓർത്താൽ മതി, മാറ്റങ്ങൾ തുടങ്ങുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെയാണ്. നമ്മുടെ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ കൺട്രോളാണ്. വേറൊരു ആർക്കും നമ്മളെ മാറ്റാൻ പറ്റില്ല, നമുക്ക് തന്നെയാണ് നമ്മളെ മാറ്റാൻ പറ്റുക. അതുകൊണ്ട് തന്നെ മാറ്റങ്ങൾ തുടങ്ങുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളറകളിൽ നിന്ന് തന്നെയാണെന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നിങ്ങളെല്ലാവരും അടുത്ത മാസം നമ്മൾ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെയൊക്കെ മാറ്റങ്ങളെക്കുറിച്ചിട്ട് നമ്മോട് സംസാരിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.